നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് നാളെ ഡോക്ടറോട് ചോദിച്ചിട്ട് ജ്യൂസ് ആക്കാം പോരെ? ഇനി പാല് കുടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാലും നിങ്ങൾ രണ്ടാളും സമ്മതിക്കില്ലല്ലോ. ഇതാ ഇനി വർമ്മ സാർ കിടന്നുള്ളൂ. എന്താ എന്താ രാജു? സർ. രാജു, നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. വർമ്മ സാറേ, ഞാനതങ്ങ് മറന്നു. ശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. രാത്രിയിൽ ഞങ്ങളുടെ കോളനിയിലെ ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്. കുടുംബസമേതം പോണെന്നാ പറഞ്ഞേ. ആണോ? അയ്യോ, അപ്പൊ പിന്നെ എന്റെയും അച്ഛനിവിടെ തനിച്ചാവില്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ റൂമില് ഞാൻ നിൽക്കാം. രാജു പൊയ്ക്കോ. ശരി ഋതിക മാഡം, താങ്ക് യു. വർമ്മ സാറേ, ഞാൻ ഇറങ്ങട്ടെ? ശരി, പോയിട്ടോ. രാജുടാ, ഇങ്ങോട്ട് വന്നേ. വാ വന്നേ. രാജുടാ, വല്യച്ഛ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ പിന്നെ ഒരുപാട് മാറിയല്ലേ? ഋതു ചേച്ചിയോടുള്ള വല്യച്ഛന്റെ ദേഷ്യമൊക്കെ പോയിന്നാ തോന്നുന്നേ. രാജു, ഈ മാറ്റങ്ങളൊക്കെ നല്ലൊരു സൂചനയായിട്ടാ തോന്നുന്നത്. അച്ഛന്റെ ഭാഗത്തു നിന്ന് ഒരല്പ സ്നേഹവും വാത്സല്യവും മാത്ര ഋതു ആഗ്രഹിച്ചത്. ആ നല്ല നാളുകൾ ഉടനെ ഉണ്ടാവോ രാജു? ഉണ്ടാവും ചേച്ചി. വർമ്മ സാറ് ഋതിക മേഡത്തെ ഒന്ന് അടുത്തറിഞ്ഞാൽ, വർമ്മ സാറിന് മേഡത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, പിന്നീട് അവരായിരിക്കും പരസ്പരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അച്ഛനും മകളും. ആ നല്ല നാളുകൾ അകലെയല്ല. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ശരി രാജു. ശരി അപ്പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.